യോഗത്തിൽ ഇതിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ ശ്രീമതി സ്മിത NB ആണ്. അതോടൊപ്പം തന്നെ ഈ വാർഡിൻ്റെ മെമ്പറും പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായിരിക്കുന്ന ജിൻസി എലിസബത്ത് ഈ ഓണ സന്ദേശം നിങ്ങൾക്ക് തരുന്നതാണ്. അതോടൊപ്പം തന്നെ കടുത്തുരുത്തി പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ ചെയർമാൻ സുമേഷ് മെമ്പർ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹവും നമുക്ക് ഓണത്തിൻ്റെതായ ആശംസകൾ നേരും. അതോടൊപ്പം മുൻ വൈസ് പ്രസിഡൻറ്റ് CB പ്രമോദ് നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹവും ഓണത്തിൻ്റെതായ ആശംസകൾ നേരും. അതോടൊപ്പം ഈ കുടുംബത്തിലെ തന്നെ ഒരംഗമായി നമുക്കൊപ്പം എപ്പോഴും എന്നെ പഠിപ്പിച്ചതും എൻ്റെ ഗുരുനാഥിയുമായിരിക്കുന്ന വത്സമ്മ ടീച്ചറും നമുക്ക് ഓണത്തിൻ്റെതായ സന്ദേശം തരുന്നതാണ്. അതോടൊപ്പം ഈ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് ജോൺസൺ കൊട്ടകപ്പള്ളി, മുൻ വൈസ് പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ് തുടങ്ങിയവരും എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവർ വരുമ്പോൾ അവരെ പ്രത്യേകം നമ്മൾ ഈ വേദിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നതാണ്. ഇപ്പോൾ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ ശ്രീമതി സ്മിത NB ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. സെയിൻറ്റ് ആൻഡ്രൂസ് ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻ്റെ ഓണാഘോഷ പരിപാടി. നമുക്ക് ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ എല്ലാം നമ്മൾ ആഘോഷിച്ചു പോവുകയാണ്. അതിവിടെ ഒരു കൂട്ടായ്മയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കിടപ്പ് രോഗികൾ, അതുപോലെ സാധാരണക്കാരായ ആളുകൾ, അവർക്കിടയിൽ കിറ്റ് വിതരണത്തോടൊക്കെ കൂടിയാണ് നമ്മൾ വെറുതെ ഒരു ഓണാഘോഷത്തിലേക്ക് ആശംസ അറിയിച്ചു പോകുന്നതിനപ്പുറത്തേക്ക് സാധാരണ ആളുകളുടെ ജീവിതത്തിലേക്കും കൂടെ ഇറങ്ങി ചെല്ലുന്ന ഒരു ആഘോഷമായിട്ടാണ് എപ്പോഴും നടത്തുന്നത്. ഈ ഓണാഘോഷത്തിന് തീർച്ചയായിട്ടും അച്ഛൻ ഇവിടെ കിറ്റ് കരുതിയിട്ടുണ്ട്. ഇതിനു മുമ്പ് വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ 14, 15 വാർഡുകളിലും അതോടൊപ്പം തന്നെ 16, 17 വാർഡുകളിലും ഓണക്കിറ്റ് വിതരണം നടന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് മോൻസ് ജോസഫാണ്. അദ്ദേഹം എത്തിച്ചേരും. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമേഷ് KS, കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡന്റ് ഇപ്പോഴത്തെ മെമ്പറുമായ ശ്രീ CB പ്രമോദ്, ഏറ്റവും പ്രിയപ്പെട്ട വത്സമ്മ ടീച്ചറെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നമ്മളുടെ കൂടെ എല്ലാ കാര്യങ്ങളും ടീച്ചർ തന്നെ ഒരു പാലിയേറ്റീവിൻ്റെ ചില സംവിധാനങ്ങളൊക്കെ ഒരുക്കി നമ്മുടെ കൂടെ വളരെ ആക്റ്റീവായിട്ട്, എനിക്ക് തോന്നുന്നു നമ്മളെ കഴിഞ്ഞുമൊക്കെ അല്ലേ അച്ഛൻ്റെ ടീച്ചറാണെന്നാണ് പറഞ്ഞത്. അച്ഛനെ കഴിഞ്ഞുമൊക്കെ ആക്റ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഏറ്റവും അവസാനം എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്ന കുര്യാക്കോസ് ചേട്ടനൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ജയ്മോനച്ചൻ. അപ്പോൾ അച്ഛൻ്റെ വീട്ടുപേര് പുത്തൂർക്കുടിയിൽ നിന്നൊക്കെ പറഞ്ഞ് തെറ്റിക്കണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മളെപ്പോഴും ജയ്മോനച്ചൻ എന്ന് പറയും. ഞാൻ പറയുമായിരുന്നു, ഞാനിപ്പോൾ പഞ്ചായത്തിൽ നല്ല തിരക്കുണ്ട്, അപ്പോൾ അതിനിടയ്ക്ക് ഈ ഹിയറിംഗ് ഒക്കെ ആദ്യം ഞങ്ങൾ ക്ഷമ ഒതുക്കി കേട്ടോ. നിങ്ങളെല്ലാം രാവിലെ മുതൽ ഇവിടെ വന്നിരിക്കുന്നത്, നമ്മൾ നേരത്തെ പഞ്ചായത്തിലൂടെ എപ്പോൾ വേണമെങ്കിലും ഇങ്ങ് വരാമെന്നുള്ളതുണ്ട്. പക്ഷെ MLA വരാനുള്ള ഒരു താമസം കൊണ്ടാണ്, അതുകൊണ്ടാണ് നമ്മൾ തുടങ്ങി വെക്കുന്നത്. അപ്പം പഞ്ചായത്തിലുണ്ട്, ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ വോട്ടർ പട്ടികയിലൊക്കെ പേര് ചേർത്ത് വിട്ടുപോയവർ ചേർത്ത് കാണുമെന്നാണ് വിചാരിക്കുന്നത്. പേര് ചേർത്തവർക്കുള്ള ഹിയറിംഗ് നാളെയും കൂടെ നടക്കും. അപ്പോൾ അവിടെ എന്തെങ്കിലും തടസ്സങ്ങൾ, തർക്കങ്ങൾ വന്നാൽ അവിടെ ഇടപെടേണ്ട ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പോകേണ്ടതുണ്ട്. നമുക്കും പരിപാടി പെട്ടെന്ന് തീർത്ത് പോകണം. എന്നാലും ഞാൻ ടീച്ചറിനോട് പറയുമായിരുന്നു, ഈ കുഴലൂത്തുകാരനെ പോലെ അച്ഛൻ, ഞാൻ പറഞ്ഞു ജിൻസിനെ ഇങ്ങ് വിട്ടിട്ട് ജിൻസി എന്ന അധ്യക്ഷയാകെ ഞാൻ വരാൻ പറ്റുമെങ്കിൽ വരാമെന്ന് പറഞ്ഞപ്പം ജിൻസി സമ്മതിക്കില്ല, അച്ഛനും സമ്മതിക്കില്ല. കാരണം നമുക്ക് ഓരോ പരിപാടിയിലും സംബന്ധിക്കുന്ന സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ 16, 17 ഞാൻ പോയില്ല, അന്ന് സുഖമില്ലായിരുന്നു എനിക്ക്. ഞാനിവിടെ വന്ന ചുമച്ച് പിന്നെ മറ്റുള്ളവർക്കും പ്രശ്നമാകും എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ കിറ്റൊക്കെ കൊടുത്തു. നമ്മുടെ വാർഡിലേക്ക് വരണം കേട്ടോ അച്ഛാ. അവിടെ ഞങ്ങൾക്കും ഉണ്ട്, വെള്ളക്കെട്ടുള്ള സ്ഥലമുണ്ട്. പോട്ടെ, അച്ഛൻ എനിക്ക് ഒത്തിരി സഹായങ്ങളൊക്കെ ചെയ്ത് തന്നുകൊണ്ട്
നമുക്കും വേറെ ഒരു പേരിലെങ്കിലും കിറ്റ് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു പ്രതീക്ഷ തരുന്നുണ്ട്. അതിനൊരാൾ വേണമല്ലോ നമ്മളെ സംബന്ധിച്ച്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ ഒരു കുടുംബം പോലെയാണ്. നമുക്ക് ഈ സെൻറ്റ് ആൻഡ്രൂസ് പള്ളി എന്ന് പറയുന്നതും ജയമോനച്ചൻ എന്ന് പറയുന്നതും ഇവിടെ ഉള്ള ആൾക്കാരും നമ്മളിപ്പോൾ ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവരും തമ്മിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ അടുപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ മിണ്ടുന്നില്ലെന്ന് പറഞ്ഞാലും കുറച്ച് ആൾക്കാരെല്ലാം അറിയാം. പിന്നെ സ്ഥിരമായിട്ട് വന്ന് കണ്ടും കേട്ടും ഞങ്ങൾ നിങ്ങൾക്ക് എന്തായാലും അറിയാമെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഓണാശംസകൾ, ഓണാഘോഷവും ഓണക്കിറ്റ് വിതരണത്തിൽ പങ്കെടുക്കാനായിട്ട് തിരക്കാണെങ്കിലും നമ്മൾ ഓടിയെത്തുന്നതിൻ്റെ ഒരു കാരണം ഇത്. ഇവിടെ ഒരു പരിപാടി വെച്ചാൽ മിക്കവാറും മറ്റ് പരിപാടികളൊക്കെ ഇനിയിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പ്രോജക്റ്റിൻ്റെ തിരക്കൊക്കെയാണ്, അപ്പോൾ നമ്മൾ ഒഴിവാക്കാറുണ്ട്. അപ്പം ഇങ്ങനെ ഓടിയെത്താനായിട്ടുള്ള ഒരു പിന്നിലെ പ്രധാന കാരണം എന്ന് പറയുന്നത് ജയമോനച്ചൻ തന്നെയാണ്. അപ്പോൾ ഞങ്ങളെ കൂടെ ചേർത്ത് നിർത്തുന്നതിന് ഇനിയിപ്പം ഭരണസമിതിയുടെ കാലാവധി 2-3 മാസം കൂടി ഉള്ളൂ, ഡിസംബറോട് കൂടി അങ്ങ് തീരും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങളുടെ ചെറിയ റിക്വസ്റ്റുകൾ നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിലല്ലേ പ്രവർത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ്റെ ഭാഗത്തുനിന്ന് നമ്മളൊരു ആവശ്യം പറഞ്ഞാൽ നടത്തി തരുമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഞാനിപ്പം ഓണാശംസകളെന്ന് പറഞ്ഞിട്ട് വലുതായിട്ട് നീട്ടിയൊന്നും പറയുന്നില്ല. ഇപ്പം പണ്ട് നമുക്ക് വർഷത്തിൽ ഒന്നായിരുന്നു ഓണം. ഇപ്പോൾ ഏകദേശം എല്ലാ ദിവസങ്ങളും നമുക്കൊരു പായസം വെക്കണം തോന്നിയാൽ എന്ന് വേണമെങ്കിലും വെക്കാം. നമുക്കൊരു നല്ല ഭക്ഷണം കഴിക്കണം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും കഴിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഓണസദ്യക്കോ അല്ലെ ഓണക്കോടിക്കോ ഒന്നും വലിയ പ്രസക്തി ഇല്ലാതിരിക്കുന്ന ഒരു സമയമുണ്ട്. പക്ഷെ അന്ന് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ ആ കൂട്ടായ്മ ഇപ്പോൾ ഇല്ലാണ്ട് പോയി, ശിഥിലമായിപ്പോയി. ഒരു വീട്ടിൽ കല്യാണം നടക്കുമ്പോഴോ പരിപാടി നടക്കുമ്പോഴോ മരണം നടക്കുമ്പോഴോ അതിൻ്റെ ബാക്കി ചടങ്ങുകൾ കാര്യങ്ങളെല്ലാം നമ്മളെല്ലാവരും കൂടെ കൂടിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതെല്ലാം കേറ്ററിംഗുകാർക്ക് കൊടുത്ത് വിരുന്നുകാർക്ക് വരുന്ന പോലെയാണ് ഏറ്റവും അടുത്ത ബന്ധുക്കൾ വരെ വരുന്നത്. അപ്പോൾ അതിനകത്തു നിന്നൊക്കെ ഒരു മാറ്റം വരുന്നതാണ് ഇതുപോലെയുള്ള കൂട്ടായ്മകളിലൂടെ. തീർച്ചയായിട്ടും ഇത്തരം കൂട്ടായ്മകൾ അച്ഛൻ്റെ പോലത്തെ ജയമോനച്ചൻ്റെ പോലത്തെ ഇടപെടലിലൂടെ നല്ല കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ. നമ്മുടെ ആഘോഷങ്ങൾ ഇങ്ങനെ എല്ലാവരും ചേർന്ന് നടക്കാനായിട്ട് ഒരു വീട്ടിൻ്റെ എന്താ പറയുന്ന വീടിൻ്റെ ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകാതെ അതിന് പുറത്തേക്കും നമ്മുടെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് അതിനോട് ചേർന്ന് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാനും കൂടെ ഉള്ളൊരവസരമായിട്ട്, അല്ലെ അവർക്കൊരു സാന്ത്വനം കൊടുക്കാനായിട്ട്, അവർക്ക് ഒരു നേരത്തെ ഒരു സന്തോഷം കൊടുക്കാനായിട്ട് ഈ കിറ്റ് എന്ന് പറയുമ്പോൾ ആ കിറ്റിനകത്തെ സാധനങ്ങളുടെ വിലയല്ല, അതൊരു നമ്മളെ ഓരോരുത്തരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ അത് സാധ്യമാക്കുന്നതിന് ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓണാഘോഷത്തിൻ്റെ അല്ലെ ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും. നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെയൊക്കെ ഒരു കാലമാണ്. നമുക്ക് വേണ്ടത് ഒരു അപ്പോൾ നമുക്ക് എല്ലാവരെയും കൂടി ചേർന്നുകൊണ്ടൊരു അൾട്ടിമേറ്റായിട്ട് നമുക്കൊരു സമാധാനവും ഒക്കെയാണ് വേണ്ടത്, ഇല്ലേ? നമുക്ക് വേണം, നമ്മുടെ വീട്ടിൽ വേണം, നമ്മുടെ ചുറ്റും വേണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു കൂട്ടായിട്ടുള്ള ശ്രമങ്ങളും കൂടെയൊക്കെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അല്ലാതെ ഞാൻ എന്ന് വിചാരിച്ച് നമ്മിലേക്ക് ഒതുങ്ങിപ്പോകാതെ നമുക്ക് പറ്റുന്ന പോലെയുള്ള, നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മളിപ്പം ഈ അച്ഛൻ മറ്റുള്ളവരെ സഹായിക്കുന്നു. അപ്പം അച്ഛന് ചില ഗുണങ്ങളൊക്കെ അതിനകത്തുനിന്നുണ്ട്. നമുക്കൊരു ചില ഹാപ്പി ഹോർമോൺസ് എന്ന് പറയും, 4 ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. അതിൽ ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചില ഹോർമോണുകൾ ഉത്തേജിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ വീണ്ടും ഇത് ചെയ്യുന്നത്. അത് അച്ഛൻ അറിയണമെന്നില്ല, നമ്മളെ വീണ്ടും ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അങ്ങനെയാണ്, അതാണ്. അപ്പോൾ ഇത് പറഞ്ഞാൽ ഞങ്ങൾ ഇതിനകത്തേക്ക് ഈ ഊത്തിന് പുറകെ ഓടി വരുന്നതിൻ്റെ കാരണം ഇതാ. ഇവിടെ വരുമ്പോൾ നമുക്കും കിട്ടുന്നുണ്ട്, ഒരു മാനസിക സന്തോഷം കിട്ടുന്നുണ്ട്, ഇല്ലേ? ഇതിൻ്റെ ഭാഗമായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും കിട്ടുന്നുണ്ട്. അതിന് മുന്നേ തന്നെ ഞങ്ങൾ വരുന്നതിന് മുന്നേ നിങ്ങളൊരു ആത്മീയ ഒരനുഭവത്തിലൂടെയും കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു ഹാപ്പി ഹോർമോൺ തരുന്നുണ്ട്, നമുക്കൊരു സമാധാനം സന്തോഷം തരുന്നതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പം മറ്റാളുകളെയും കൂടെ ഒന്ന് ആലോചിക്കാനും, ഇപ്പം നമുക്കെന്നൊക്കെ പറഞ്ഞാൽ ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബുദ്ധിമുട്ടുള്ളവരുണ്ട്, പക്ഷേ അതിലും ബുദ്ധിമുട്ടുള്ളവർ അനുഭവിക്കുന്നവരുണ്ട്. അല്ലെ നമ്മൾ ഇച്ചിരി അത്യാവശ്യം കുഴപ്പമില്ല വെൽ ഓഫ് ആണെങ്കിൽ മറ്റാളുകളെയും കൂടി ആലോചിക്കാനായിട്ടുള്ള ഒരു സമയമായിട്ടും കൂടെ ഓണം അതുപോലെയുള്ള ചടങ്ങുകളൊക്കെ ഒന്ന് അതിനുള്ളൊരു അവസരമാകട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായിട്ട് ഓരോരുത്തർ വിളിക്കാം, അല്ലേ? അടുത്തതായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയും ഓണാശംസ അറിയിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്തിനെ ക്ഷണിക്കുന്നു. സെൻറ്റ് ആൻഡ്രൂസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ ഓണാഘോഷവും അതോടൊപ്പമുള്ള ഓണക്കിറ്റ് വിതരണത്തിൻ്റെ ബഹുമാനിയായ അധ്യക്ഷ, കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സ്മിത NB, ഏറ്റവും ബഹുമാനപ്പെട്ട ജയമോനച്ചൻ,
ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് CB പ്രമോദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയപ്പെട്ട സുമേഷ് KS, പ്രിയപ്പെട്ട വത്സമ്മ ടീച്ചർ, കുര്യാക്കോസ് ചേട്ടൻ ഉൾപ്പെടെ ഇവിടെ എത്തിയിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. MLA എത്താൻ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു, വരാൻ താമസിക്കുന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ സംസാരം തന്നെ നീട്ടുന്നത്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഓണം എത്താൻ ഇനിയും ദിവസങ്ങളുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഈ ഓണാഘോഷം, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഓണാഘോഷം ഇവിടെ തുടങ്ങുകയാണ്. എല്ലാ ആഘോഷത്തിലും ഞങ്ങൾക്ക് മെമ്പർമാർക്ക് എല്ലാവർക്കും തന്നെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഏറ്റവും സന്തോഷമാണ്. എല്ലാ പരിപാടിക്കും ഞങ്ങൾ ജയമോനത്തിൽ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു. നമുക്കറിയാം, ഓരോ വാർഡിലും ഓരോരുത്തർക്കും അർഹരായ ആളുകൾക്ക് പഞ്ചായത്തിൽ നിന്നും മെമ്പർമാർക്കും കൊടുക്കാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പോൾ ആ ഒരു പരിധി, ഞങ്ങളുടെ ആ ഒരു ഒഴിവ് നികത്തി തരുന്നത് പ്രിയപ്പെട്ട ജയമോനച്ചനാണ്. നമുക്കറിയാം, കോവിഡിൻ്റെ വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ കടുത്തുരുത്തി പഞ്ചായത്തിലെ 19 വാർഡിലേക്കും എല്ലാ സഹായവും സഹകരണവും ചെയ്തു തന്ന് ഞങ്ങളെ ഉൾപ്പെടെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകം നന്ദി പറയുന്നു. ഇതിനു മുന്നേ തന്നെ 16, 17 വാർഡിലും 13, 14, 15 വാർഡിലും കിറ്റ് വിതരണം നടത്തിയിരുന്നു. എൻ്റെ വാർഡിലും ഇന്നത്തെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ സഹായത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങളുടെ കടുത്തുരുത്തി പഞ്ചായത്തിൻ്റെ പേരിലുള്ള ഏറ്റവും ഹൃദ്യമായ നന്ദിയും സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പ്രിയപ്പെട്ട സ്മിത NB, വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത്, പഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡന്റും 17ാം വാർഡ് മെമ്പറുമായ പ്രമോദ് CB, നമ്മുടെ പ്രിയപ്പെട്ട ജയമോനച്ചൻ, വത്സമ്മ ടീച്ചർ, മറ്റ് എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു ചടങ്ങിൽ വരാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമാണ്. ഞങ്ങളുടെ മെമ്പർ സ്ഥാനം 1-2 മാസം കഴിയുമ്പോൾ തീരും. അത് കഴിഞ്ഞാൽ ഇതുപോലെ പരിപാടിക്കൊന്നും പങ്കെടുക്കാൻ പറ്റത്തില്ലാത്തല്ല, വിളിക്കുകയില്ല. മെമ്പർ സ്ഥാനം ഉള്ളപ്പോഴേ ഇങ്ങനെ പരിപാടികളൊക്കെ പങ്കെടുക്കാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും മെമ്പർ അല്ലെങ്കിൽ പോലും ഇതുപോലെ പൊതുവായ പരിപാടിക്ക് എല്ലാവരും വിളിച്ചാലും വിളിച്ചില്ലയിലൊക്കെ നമ്മളിവിടെ എത്തിച്ചേരും. അതായത് ഞങ്ങൾ മെമ്പർമാരായതിനു ശേഷം ഇപ്പം ഞങ്ങളുടെ എഴുമാന്തരത്തിലൊക്കെ വന്ന അച്ഛൻ്റെ പേരും ഇന്ന പള്ളിയിലെ ഇന്ന അച്ഛനറിയുമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. കാരണം ഞങ്ങൾ മെമ്പറായിരിക്കുന്ന അന്ന് മുതൽ ഇന്ന് വരെ അവിടെ എന്ത് സഹായത്തിനും അച്ഛൻ ഓടി വരുന്നതാണ്. ഇവിടെ കിടപ്പ് രോഗികൾക്ക് കിറ്റ് കൊടുക്കുന്നതിനും അതുപോലെ നമ്മുടെ പെൻഷൻ പോലുള്ള ഇതിനും നേരത്തെ നമ്മളെ വിളിച്ച് എല്ലാവരെയും അറിയിച്ചിട്ടൊക്കെ ഉള്ളതാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും അച്ഛനവിടെ വാർഡിൽ വരികയും അവിടെ ഓരോ വീടുകളും സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് മുതൽ എല്ലാവർക്കും അച്ഛന് പരിചയമാണ്. ഇങ്ങനെ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ സഹായം ചെയ്യാൻ ഒരു വലിയ മനസ്സാണത്. അതും പ്രകാരം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ കഴിഞ്ഞ ദിവസവും അവിടെ ഒരു ഫംഗ്ഷൻ നടന്നു. നമ്മുടെ ഏറ്റവും വെള്ളം കയറുന്ന പ്രദേശം എൻ്റെ വാർഡാണ്. ആ വാർഡിൽ വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ച കുടുംബങ്ങൾക്ക് കിറ്റ് കൊടുക്കുകയുണ്ടായി. കഴിഞ്ഞ ഒരു 3-4 ദിവസമായുള്ളൂ കിറ്റ് കൊടുക്കുകയുണ്ടായി. അങ്ങനെയൊക്കെ വലിയ സഹായമാണ് ഈ പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അങ്ങനെ തരുവാനും അങ്ങനെ സഹായത്തിന് മുൻപോട്ട് ഇറങ്ങുകയും ചെയ്യുന്ന അച്ഛന് എൻ്റെ വാർഡിൻ്റെ പേരിൽ, എൻ്റെ നാട്ടുകാരുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഈ ചടങ്ങിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡന്റും 17ാം വാർഡ് മെമ്പറുമായ CB പ്രമോദിനെ ഓണാശംസ അറിയിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയായ പ്രസിഡന്റ് ശ്രീമതി സ്മിത NB, നമ്മുടെ എല്ലാമെല്ലാമായ ജയമോനച്ചൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത്, നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സുമേഷ് KS, കുറുപ്പന്തറ തണൽ, അതുപോലെ നമ്മുടെ പകൽ വീടിൻ്റെ പ്രിയപ്പെട്ട വത്സമ്മ ടീച്ചർ. ഞാൻ ടീച്ചറിനെ കഴിഞ്ഞ ദിവസമാണ് ആയാങ്കുടി വന്നാൽ ആദ്യമായി പരിചയപ്പെടുന്നത്. എനിക്ക് വലിയ പരിചയമില്ലായിരുന്നു. പരിചയപ്പെട്ടപ്പോൾ തന്നെ വലിയൊരു സന്തോഷം തോന്നി. ഈ ആശംസകൾ അറിയിക്കാൻ എല്ലാവരും പറഞ്ഞു, ഒത്തിരിയൊന്നും പറയാനില്ല. എന്നാലും നമുക്കന്ന് അവിടെ വന്ന് എൻ്റെയും സുമേഷിൻ്റെയും വാർഡിലുള്ള ആളുകൾക്ക് കിറ്റ് കൊടുക്കാൻ അച്ഛൻ വന്നപ്പം ആണ് വത്സമ്മ ടീച്ചർ വന്നത്. അപ്പോൾ അച്ഛനും വത്സമ്മ ടീച്ചറും വന്നപ്പോൾ ആതുര സേവന രംഗത്ത് ഒരു വലിയ മുതൽക്കൂട്ടാണ് ടീച്ചറെന്ന് എനിക്ക് മനസ്സിലായി. തന്നെയല്ല, ഒരു കവിയത്രിയും കൂടിയാണ്. അതോടൊപ്പം ജയമോൻ്റെ അച്ഛൻ്റെ സാന്നിധ്യത്തിലൂടെ വരുമ്പോൾ ജയമോൻ അച്ഛൻ ഈ ഏകദേശം PV സുനിലിൻ്റെ കാലത്ത് തൊട്ട് ഇവിടെ എത്തിയതെന്ന് എനിക്ക് തോന്നുന്നത്. അന്ന് തൊട്ട് ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യങ്ങളിൽ നല്ല താല്പര്യം കാണിക്കുന്നുണ്ട്. അത് തന്നെയല്ല, ഞാൻ എൻ്റെ വാർഡിൽ തന്നെ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് കിറ്റ് കൊടുക്കാൻ വരികയും അവരുടെ വീട്ടിൽ പോയി കൊടുത്ത്
പ്രവർത്തിച്ചു പോരുന്ന ഒരു സമീപനം ഉണ്ടായി. അതിനുശേഷമാണ് ഞങ്ങൾ 20 കിറ്റോളം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വാർഡിൽ, എൻ്റെ വാർഡിൽ, സുമേഷിൻ്റെ വാർഡിൽ ഒരു 19 കിറ്റോളം അച്ഛൻ അവിടെ കൊണ്ടു തന്നിരുന്നു. പറയാനൊരു ഒട്ടേറെ ഉണ്ട് അച്ഛനെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ കോവിഡുമായി ബന്ധപ്പെട്ടും അതിനു മുമ്പൊരു മഹാപ്രളയം വന്നപ്പോഴും പടിഞ്ഞാറൻ അപ്പർ കുട്ടനാടിൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങളുടെ മേഖല. അപ്പോൾ ആ മേഖലയിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഒത്തിരി കൈത്താങ്ങായി അച്ഛൻ നിൽക്കുന്നുണ്ട്. അതുപോലെ 19 വാർഡിൽ ഈ പ്രദേശത്തും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ട് എന്താ വേണ്ടതെന്ന് മെമ്പർമാരോട് ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അച്ഛൻ്റെ ഈ പ്രവർത്തനം തുടർച്ചയായി ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഈ പള്ളി മേടിച്ച സ്ഥലത്തൊരു നല്ല പള്ളി പണിത്, അന്ന് ഞങ്ങൾ ഇപ്പോൾ സുമേഷ് പറഞ്ഞ പോലെ ഒന്നും ഞങ്ങൾ കാണിയല്ല. ഇപ്പം ആ ഒരു നല്ല പള്ളിയുടെ ഒരു പ്രവർത്തനം കൂടെ കൊണ്ടുപോകാൻ അച്ഛന് സാധിക്കട്ടെ എന്നും കൂടെ പറഞ്ഞിട്ട് ഈ ഓണത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ടീച്ചറെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ജയ്മോനച്ച, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയ മക്കളെ, സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്നവരെല്ലാം രാഷ്ട്രീയക്കാരായതുകൊണ്ടും പഞ്ചായത്തും വാർഡ് മെമ്പറും പ്രസിഡൻറ്റും ഒക്കെ ആയതുകൊണ്ട് അവർക്ക് അവരവരുടെ വാർഡിൽ കൊടുത്ത കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എനിക്ക് വാർഡുമില്ല, മെമ്പറും അല്ല, ഒന്നും അല്ലാത്തതുകൊണ്ട് ആ കാര്യം പറയാനില്ല. വേറെല്ലാം പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എല്ലാവർക്കും, അല്ലേ? പക്ഷേ അച്ഛൻ തുടങ്ങിയ കാലം മുതൽ ഈ പ്രസ്ഥാനം, ഈ പള്ളി തുടങ്ങിയ കാലം മുതൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സാക്ഷിയാണ് ഞാൻ. അച്ഛൻ്റെ ടീച്ചറുമാണല്ലോ. അതുകൊണ്ട് ഇതെല്ലാം കാണാനും കേൾക്കാനും അച്ഛൻ പറഞ്ഞൊക്കെ എനിക്ക് വിവരങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് ആ വിഷയത്തിലോട്ട് ഞാൻ കിടക്കുന്നില്ല. എല്ലാവർക്കും ആദ്യം തന്നെ ഓണത്തിൻ്റെ മംഗളങ്ങൾ ആശംസിച്ചു കൊടുക്കുന്നു. പിന്നെ ഓണം നമ്മൾ ആഘോഷിക്കുമ്പോൾ എന്താ നമ്മൾ അറിയുന്ന എന്താണ്, ചരിത്രം എന്താണ്? പഴയ കാലത്ത് ഭരിച്ചിരുന്ന ഒരു വലിയ രാജാവ്, നീതിനിഷ്ഠനും സത്യസന്ധനും പ്രജാസ്നേഹിയും ഒക്കെ ആയിരുന്ന ഒരു നല്ല രാജാവിനെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കുന്നതായിട്ടുള്ള ഒരു ഐതിഹ്യമാണ് ഓണാഘോഷം. ജാതിമത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ആ വിശേഷ ദിവസം നമ്മൾ ആഘോഷിക്കുകയാണ് ഇന്ന്. അച്ഛൻ്റെ ഓണമാണ് ആദ്യം നടക്കുന്ന ഓണപ്പരിപാടി. അച്ഛൻ്റെ പള്ളിയിൽ നടക്കുന്ന ഓണപ്പരിപാടിയാണ് ആദ്യം നടക്കുന്നത് ഈ വർഷത്തെ. ഇന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മുടെ എല്ലാവരും അന്ന് രാജാവ് ഭരിച്ചിരുന്ന ആളുകൾ എങ്ങനെയായിരുന്നു? എല്ലാവരും ഒറ്റക്കെട്ടോടെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമായിട്ട് ജീവിച്ച ആൾക്കാരായിരുന്നു. രാജാവ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നീതിനിഷ്ഠനായിട്ട് എല്ലാ മനുഷ്യർക്കും അന്ന് പഞ്ഞമില്ല, പടയില്ല, ദാരിദ്ര്യമില്ല, ബുദ്ധിമുട്ടില്ല. എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും ജീവിച്ച ഒരു ജനതയായിരുന്നത്. മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, ആദികൾ വ്യാധികൾ ഒന്നുമില്ല, കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ഒരു നല്ല മനസ്സോടെ ജീവിച്ചു. നമ്മൾ ഈ നല്ല ദിവസത്തിൽ എടുക്കേണ്ട തീരുമാനം അതാണ്. എന്തൊക്കെയാ? അന്നത്തെ ജനങ്ങൾ ഒന്നിച്ച് ജീവിച്ചിരുന്നത് പോലെ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും സഹായിച്ചും സഹകരിച്ചും എല്ലാവരും ഒന്നിച്ചു പോകണം. നമ്മളൊക്കെ വിചാരിച്ചാൽ പറ്റും. ഒരു നല്ല നാളെ ഉണ്ടാക്കിയെടുക്കാൻ ഓണത്തിൻ്റെ ഈ ദിവസം നമ്മളെല്ലാവരും പ്രതിജ്ഞ എടുക്കണം. നമുക്കാകാവുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിച്ചും സേവിച്ചും സഹകരിച്ചും അച്ഛൻ കാണിക്കുന്ന മാതൃക അനുകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പൈസ കൊണ്ട് മാത്രമല്ല സഹായിക്കാവുന്നത്, ശരീരം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒക്കെ ചെയ്യാം. അയൽവക്കത്ത് മേലാത്ത ഒരു രോഗിയായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വല്ലതൊക്കെ മേടിച്ചു കൊണ്ടേ കൊടുക്കാനോ, കടയിൽ പോകുമ്പോൾ ഒരു സാധനം കൊണ്ടേ കാശ് അവർ തന്നോളം പോയി മേടിച്ചു കൊടുക്കുന്ന ഒരു സേവനം. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നും ചെയ്യാൻ പറ്റും. നമ്മുടെ അയൽവക്കത്ത് തന്നെയുണ്ട് നമുക്ക് സഹായിക്കാനും പ്രവർത്തിക്കാനുള്ള വേദികൾ. എല്ലാവരും പരസ്പരം ഉപയോഗപ്പെടുത്തും എന്നുള്ള ഒരു പ്രതിജ്ഞ നമുക്ക് എടുക്കാം ഇന്ന്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണത്തിൻ്റെ ആശംസകൾ അച്ഛന് പ്രത്യേകം നന്ദി. ഞാനൊരു വലിയ മീറ്റിംഗ് സംഘടിപ്പിക്കാൻ ഒത്തിരി പാടുപെടുന്നുണ്ടെന്ന് എനിക്കറിയാം. തിരക്കുള്ളവരെ എല്ലാം ഓരോരുത്തരെ വിളിച്ചു കൂട്ടി ഒന്നിച്ചു കൊണ്ടുവരാൻ ഒരു പാടാണ്. അതിൻ്റെതായ അല്ലേ? അതെ, ഒരാളെ അല്ല, ഒരു പ്രാവശ്യമല്ല, എല്ലാവരെയും ഓരോ സമയത്ത് കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു കഷ്ടപ്പാടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അച്ഛന് ഒത്തിരി നന്ദി കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ വേദിയിൽ വിശിഷ്ടരായ ആളുകൾ ഓണത്തെ സംബന്ധിച്ചും ഈ സെൻറ്ററിനെ സംബന്ധിച്ചും എല്ലാം നിങ്ങളോട് അറിയിച്ചു. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ ജനപ്രതിനിധികൾക്ക് മാറ്റം
2.5 വർഷം കൂടുമ്പോൾ മാറി മാറിയാണ് വരുന്നത്. ഇവിടെ വരുന്ന ഈ സദസ്സിലിരിക്കുന്ന ആളുകളും 3 മാസം കഴിയുമ്പോൾ പുതിയ പുതിയ ആളുകളാണ് വന്നുകൊണ്ടിരിക്കുക. കാരണം ഇവിടെ വരുന്നവരെല്ലാം കൃത്യമായിട്ടും ഒരു 10-13 ആഴ്ചകൾ ക്രമമായിട്ട് വരുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥിച്ച് മടങ്ങിപ്പോകുന്ന കാലയളവിൽ അവർക്ക് ഇതുപോലുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനും കൂടി സാധ്യമാകും. അപ്പോൾ എപ്പോഴും ഇവിടെ വരുന്ന ആളുകൾ ഇവിടുത്തെ ജനപ്രതിനിധികളെ സംബന്ധിച്ച് എപ്പോഴും പുതിയ ആളുകളാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വെള്ളിയാഴ്ച ആണ് നമ്മുടെ ഓണസദ്യയും ഓണ പരിപാടികളും കലാപരിപാടികളും എല്ലാം നടത്തപ്പെടുന്നത്. അപ്പോൾ നിങ്ങളെ അതിലേക്കും കൂടി ഞങ്ങൾ ഇപ്പോൾ തന്നെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇത്രയും നേരം നമ്മൾ കാത്തിരുന്നത് നമ്മുടെ ഈ നാടിൻ്റെ പ്രിയപുത്രൻ ശ്രീ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. അദ്ദേഹമാണ് നമ്മുടെ ഈ 2025 ഓണം അതിൻ്റെ ഇനാഗ്രേഷൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഈ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ ഓണം ആഘോഷിക്കാൻ പറ്റാത്ത വെള്ളക്കെട്ടിലുള്ള ആളുകൾ, അതുപോലെ തന്നെ ഏറ്റവും നിർധനരായ കുടുംബങ്ങൾക്കുള്ളതായ ഓണക്കിറ്റിൻ്റെ വിതരണവും പ്രതിമാസം കൊടുക്കുന്നതായ പെൻഷൻ്റെയും വിതരണ ഉദ്ഘാടന കർമ്മം ഇപ്പോൾ അദ്ദേഹം നിർവഹിച്ച് കിറ്റുകൾ വിതരണം ചെയ്ത് നമ്മളോട് ഓണത്തെ സംബന്ധിച്ച് ഒരു കൊച്ചു സന്ദേശം തരും. ഇന്നേ ദിവസം നമ്മുടെ ഈ MLAയുടെ ജീവിത പങ്കാളി ശ്രീമതി സോണിയ ടീച്ചർ സെൻറ്റ് മൈക്കിൾസ് സ്കൂളിൻ്റെ ടീച്ചറാണ്. ടീച്ചറിന് അവിടെ പരീക്ഷ നടക്കുന്നത് കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ടീച്ചറിൻ്റെ അസാന്നിധ്യത്തിലും കുടുംബമായിട്ട് MLAയും കുടുംബത്തെയും സ്വാഗതം ചെയ്യുന്നു. ടീച്ചറിൻ്റെ അസാന്നിധ്യത്തിലും ടീച്ചറെയും കൂടി ഈ സമയത്ത് ഓർക്കുകയും ചെയ്യുന്നു. ടീച്ചർ വെള്ളിയാഴ്ച ഓണസദ്യയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കും. ഓണത്തിൻ്റെ സന്ദേശം ടീച്ചർ തരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബ്ലോക്കിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ജോൺസൺ കൊട്ടകപ്പള്ളി അദ്ദേഹം എത്തിച്ചേർന്നു. അദ്ദേഹത്തെയും ഈ ഓണത്തിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്തിരി താമസിച്ചത് നിങ്ങളെല്ലാം ക്ഷമിക്കണം. എൻ്റെ കൂടെ നമ്മുടെ ഈ ഇലക്ഷൻ കാലത്തെല്ലാം നമ്മുടെ ഈ കലാപരിപാടികളെല്ലാം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കലാകാരനാണ് അദ്ദേഹം. നമ്മുടെ മിമിക്രി കലാഭവൻ്റെയും പ്രധാനപ്പെട്ട കലാ ട്രൂപ്പുകളിലെല്ലാം മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു. ഏഷ്യാനെറ്റിൻ്റെ സ്റ്റാർ ആർട്ടിസ്റ്റാണ്. പക്ഷേ അപ്രതീക്ഷിതമായി ഹാർട്ട് അറ്റാക്ക് മൂലം ഇന്നലെ മരണപ്പെട്ടു. പിറവത്തിനടുത്ത് ഇപ്പോൾ ഇന്ന് നടക്കുകയാണ്. ഇന്ന് രാത്രി വൈകിയാണ് അറിയുന്നത്. ഞാൻ അച്ഛനെ വിളിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞില്ല. അച്ഛനോട് പറഞ്ഞാൽ ദൂരെയാണെന്നുള്ളതുകൊണ്ട് അച്ഛൻ പിറവത്താന്ന് ഞാൻ പറഞ്ഞു. അപ്പം അത്രയും ഡീറ്റെയിൽസ് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എനിക്ക് ഇവിടെ പോയിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇവരോട് എല്ലാവരോടും ഒന്നല്പം വൈകുമെന്ന് പറയണമെന്ന് പറഞ്ഞു. അവിടെ പോയി ഞാൻ അത് പങ്കെടുത്തിട്ട് തിരിച്ചു വന്നതുകൊണ്ടാണ് സമയം ഇത്രയും മുന്നോട്ട് പോയത്. അതിലെല്ലാവരും ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിന് പ്രായച്ചിത്തമായി പ്രസംഗം ഒഴിവാക്കുന്നു. അപ്പോൾ ഒരു 15 മിനിറ്റ് ഇല്ലാവുന്നുണ്ട്. ഇവർ ജോൺസൺ കൊട്ടകപ്പള്ളിയും MP നല്ല പ്രസംഗമാണ്. പഞ്ചായത്ത് ദിവസമുണ്ട്. ഇവരെല്ലാം പ്രസംഗിക്കും. ഇവരെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഓണക്കാലം എല്ലാവർക്കും സങ്കടവും വിഷമമൊന്നും ഇല്ലാതെ സന്തോഷവും ഐശ്വര്യവും ഒക്കെ ആയിട്ട് നമുക്ക് ഉള്ളത് കൊണ്ടൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ഒരു സമയമായിട്ടത് മാറട്ടെ. രോഗാവസ്ഥയുള്ളവരും സാമ്പത്തികമായിട്ട് വിഷമിക്കുന്നവരും ഒക്കെ നമ്മുടെ നാട്ടിൽ ഒത്തിരി PV സുനിലൂടെ എത്തി. അപ്പം ഞാൻ താമസിച്ച ഒരു വിധത്തിൽ വന്നതെന്നുള്ളതാണ്. ജോൺസൺ കൊട്ടകപ്പള്ളി സുനിൽ പഞ്ചായത്ത് ഓക്കെ ഞാൻ വരുന്ന സമയത്ത് വരാൻ ശരിയാണ്. ഇവരോട് എല്ലാവരും ഒന്ന് മാറ്റി പറയണമെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു. അല്ല, അവരെല്ലാം ഒത്തിരി നേരത്തെ വന്നിരിക്കുന്നത് അവരോട് ചെയ്യുന്ന അനാദരഭാവം. ഭാഗ്യവശാൽ എല്ലാവരും ഇപ്പോൾ ഒന്നിച്ച് ഞങ്ങൾ ഒത്തുചേർന്നിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഔപചാരികമായി നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഓണാശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. ഇപ്പോൾ ഭദ്രദീപം തെളിക്കുന്ന
ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന വിവിധ വാർഡുകളിലെ ആളുകൾക്ക് ഇപ്പോൾ കിറ്റുകൾ MLA കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കും. എല്ലാവരും മുന്നോട്ട് എഴുന്നേറ്റ് വരേണ്ടതാണ്. ഈ സമയത്ത് തന്നെ പെൻഷൻ വാങ്ങുന്ന ആളുകൾ പെൻഷനും കൂടെ ചേർന്ന് മേടിച്ചുകൊണ്ട് പോകേണ്ടതാണ്. എഴുന്നേറ്റ് മഞ്ജു, പ്രിയ, ലീലാമ്മ, എഴുന്നേറ്റ് വാ. പെട്ടെന്ന് അവർക്ക് പോകാൻ തിരക്കുണ്ട്. മഞ്ജു, പ്രിയ, സുമേഷ്. ജോയിച്ചേട്ടൻ, ജോസിയേട്ടൻ. ഇപ്പോൾ MLAക്ക് പോകാൻ ഏറെ ധൃതിയുണ്ട്. എന്നിരുന്നാൽ തന്നെയും തലേന്നേരം നമ്മൾ കാത്തിരുന്ന ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഉദ്ഘാടന കർമ്മം നിർവഹിച്ച MLA നമ്മളോട് 2 വാക്ക് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, പ്രയാസപ്പെടുന്ന സമയത്ത് എങ്ങനെ ആളുകളെ സഹായിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരു നല്ല വൈദിക ശ്രേഷ്ഠൻ നമുക്ക് ജൈവനശനിലൂടെ മുട്ടിച്ചിറയിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. ഇത്രയും ജനപ്രതികൾ കടുത്തുരുത്തിയിൽ ഞങ്ങളെല്ലാവരെയും ഇവിടെ ചേർത്ത് പിടിച്ച് അച്ഛനിവിടെ നടക്കുന്ന ഓരോ നല്ല കാര്യങ്ങൾക്കും എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ വിഷമിക്കുന്നവരും പ്രയാസപ്പെടുന്നവരുമായ അല്ലെങ്കിൽ ആവശ്യമുള്ള കുടുംബങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സുവിശേഷം. ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രഘോഷണം അർത്ഥപൂർണമായി തീരുന്നത് ഈ പ്രവൃത്തിയിലൂടെയാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും പ്രവൃത്തിയില്ലാത്ത പ്രഘോഷണവും അർത്ഥശൂന്യമാണ് എന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി പഠിപ്പിച്ച ജീസസ് ക്രൈസ്റ്റാണ്, യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളാണ് ലോകത്തോട് സുവിശേഷമായ വൈദികർ സംസാരിക്കുന്നത്, സഭ സംസാരിക്കുന്നത്.
സഭ സംസാരിക്കുന്നത് പരിശുദ്ധ സഭയുടെ ദർശനം എന്ന് പറയുന്നത് തന്നെ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ആരെയും ഉപേക്ഷിക്കാത്ത ദൈവം എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഹ്വാനം ശിരസ വഹിക്കുന്ന ഒരു ഇടവകയും വൈദിക ശ്രേഷ്ഠനുമാണ് പ്രിയപ്പെട്ട ജയ്മോനച്ചനും ഇടവക സമൂഹവും എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇവിടെ ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പ്രിയപ്പെട്ട അച്ഛനെയും കമ്മിറ്റിക്കാരെയും ട്രസ്റ്റിമാരെയും എല്ലാം പ്രത്യേകം നാട്ടിലെ ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങളെല്ലാവരും അഭിനന്ദിക്കുന്നു, നന്ദി പറയുന്നു. അഭിനന്ദനത്തെക്കാൾ നന്ദി പറയുക. ഈ ഓണക്കാലത്ത് ഇതുപോലെ ഒരു സൽപ്രവൃത്തി നമുക്ക് ഇവിടെ ചെയ്യുവാൻ, ഒരുപാട് സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൻ്റെ കൂടെ ഇത് ചെയ്യുവാൻ മുന്നോട്ട് വന്ന അച്ഛനോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം. ഇത്രയും സമയം കണ്ടെത്തി ഇന്ന് വൈകുന്നേരം US പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ ഒരു പരിപാടി പങ്കെടുക്കാൻ തക്കവിധമാണ് നമ്മൾ ഈ ഓണം സെലിബ്രേഷൻ കുറച്ചുകൂടി നേരത്തെ ആക്കിയത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ളതായ നന്ദി അറിയിച്ചുകൊണ്ടും ഈ തിരക്കുകളുടെ ഇടയിൽ ഓടിയെത്തിയതിന് പ്രത്യേകം ഈ കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിൽ, അത് MLA മാത്രമല്ല, MLAയുടെ കുടുംബം ജീവിത പങ്കാളി ടീച്ചറാണ്. ടീച്ചർ വെള്ളിയാഴ്ച ഓണസദ്യയിലും ഓണപരിപാടികളിലും പങ്കെടുക്കാൻ സജീവമായിട്ട് ലീവ് എടുത്ത് വരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാവണം, ടീച്ചറും നമ്മളോടൊപ്പം ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു വ്യക്തിപരമായൊരു നന്ദി കൂടി അച്ഛനോടും പറയുകയാണ്. അച്ഛൻ ക്ഷണിക്കാൻ വന്നത് മൂന്നാല് ദിവസം മുന്നോട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛൻ, ഞാൻ ഇന്ന് രാത്രി എനിക്കൊരു പ്രോഗ്രാമിന് വേണ്ടി പോകേണ്ടതുണ്ട്, അപ്പോൾ അവിടെ ഞാനില്ല, അടുത്ത പ്രോഗ്രാമിൽ വന്നാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇന്നത്തെ ദിവസം വെച്ചേക്കാം. അപ്പോൾ ഇവർക്കുമൊക്കെ അസൗകര്യമൊന്നുമില്ല, സൗകര്യപ്രദമാണെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ഇന്നത്തേക്കാക്കി മാറ്റിയതുകൊണ്ട്, ഈ പ്രോഗ്രാം ഇന്നത്തേക്കാക്കി മാറ്റിയതുകൊണ്ട് എനിക്കൂടി പങ്കെടുക്കാൻ സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു സൗകര്യം ചെയ്തതിന് പ്രിയപ്പെട്ട ജയ്മോനച്ചനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നാളെ ഇവിടെ ന്യൂയോർക്കിൽ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയ സമ്മേളനമുണ്ട്, അതിൽ പങ്കെടുക്കണം. പിന്നെ പാലാ MLA മാണി കാപ്പൻ, ഞങ്ങൾ രണ്ടുപേരും പഴയ വോളിബോളിൻ്റെ ഇൻ്റർനാഷണൽ പ്ലെയറാണ്. ഞാൻ കടുത്തുരുത്തിയിൽ ലോക്കൽ പ്ലെയറാണ്. എങ്കിൽ പോലും ഞങ്ങൾ രണ്ടുപേരും വോളിബോൾ ടൂർണമെൻറ്റ്, ഇൻ്റർനാഷണൽ വോളിബോൾ ടൂർണമെൻറ്റാണ് ന്യൂയോർക്കിൽ നടക്കുന്നത്. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാമിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ പ്രോഗ്രാമുകൾ ഒരാഴ്ചക്കാലം വിവിധങ്ങളായ പരിപാടികളോടുകൂടി ന്യൂയോർക്ക്, ഷിക്കാഗോ 2 സ്ഥലങ്ങളിലായിട്ട് പങ്കെടുക്കണം. നമ്മുടെ മലയാളികളായിട്ടുള്ള നമ്മുടെ നാട്ടിലെ സഹോദരങ്ങൾ സംഘടിപ്പിക്കുന്ന ഓണത്തോടനുബന്ധിച്ചുള്ള പരിപാടികളാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആവശ്യം വന്നതുകൊണ്ടാണ് അച്ഛനിങ്ങനെ സാഹചര്യം അറിയിച്ചപ്പോൾ അതനുസരിച്ച് എന്നെ സഹായിച്ചു. അത് ഞാൻ അച്ഛനോട് പ്രത്യേകം നന്ദി പറയുകയും ചെയ്യുന്നു. താങ്ക് യു. ഒരൊറ്റ ഫോട്ടോ കൂടി എല്ലാവരും ചേർത്ത്. ഇപ്പോൾ ഓണത്തിൻ്റെ ആശംസകൾ നേരുന്നത് നമ്മുടെ മുൻ പഞ്ചായത്ത് ബ്ലോക്ക് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ അനുവാദപ്രകാരം ഞാൻ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ ജോൺസൺ കൊട്ടകപ്പള്ളിയെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആശംസാ പ്രസംഗത്തിനായിട്ട് ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനായ MLA അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്, നമ്മുടെയൊക്കെ പ്രിയങ്കനായ ബഹുമാനപ്പെട്ട ജോമോനച്ചൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിൽ ഉൾപ്പെടെ നമ്മുടെ പ്രിയങ്കരിയായ ടീച്ചർ, നമ്മുടെ ട്രസ്റ്റി കുര്യാക്കോസ് ചേട്ടൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കറിയാം മുട്ടുകരയുടെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ജയ്മോനച്ചനെ കാണുന്നത്. കാരണം ഈ ഒരു മാസം തന്നെ ഇത് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ കിറ്റ് വിതരണമാണ്. വെള്ളപ്പൊക്ക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ മുണ്ടാറ പോലെയുള്ള പ്രദേശങ്ങളിലെ ഏതാണ്ട് 60ഓളം കിറ്റുകൾ കഴിഞ്ഞ ദിവസം, 80ഓളം കിറ്റുകൾ കഴിഞ്ഞ ദിവസം കൊടുത്തു. വളരെ വലിയൊരു ആളുകൾക്ക് അതൊരു വലിയ ആശ്വാസമാണ്. ആ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകളുടെയൊക്കെ മുഖത്തെ ഭാവം കണ്ടാൽ തന്നെ നമുക്കറിയാം. കാരണം അവർക്കത് വലിയൊരു ആശ്വാസവും അനുഗ്രഹവുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന അച്ഛന് ദീർഘായുസ്സും കൂടുതൽ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു.
ഓണത്തിൻ്റെ എല്ലാ ആശംസകളും മുൻകൂറായി നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ നമ്മുടെ മുൻ ബ്ലോക്ക് പ്രസിഡൻറ്റ്, അതോടൊപ്പം ഞാനിവിടെ നാട്ടിൽ ആദ്യമായി വരുമ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് കൂടിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം ജയിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി. ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മുമ്പ് ഔദ്യോഗികമായിരിക്കുന്ന ചുമതലകളിൽ നിന്നെല്ലാം തന്നെ വിരമിച്ച് ഇപ്പോൾ മറ്റ് വ്യാപാര വ്യവസായ രംഗങ്ങളിലുള്ള മറ്റ് സ്ഥലങ്ങളിലെല്ലാം പ്രസിഡൻ്റായിട്ടും കൂടെ ആണ്. അതോടൊപ്പം തന്നെ വിവിധ ചുമതലകൾ കൂടി കടുത്തുരുത്തിയിൽ നിർവഹിക്കുന്നു. അദ്ദേഹം വളരെ നല്ല ഒരു ജനപ്രിയനായിരിക്കുന്ന, ജനഹൃദയങ്ങളിൽ ആരാണ് ശ്രീ പി വി സുനിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയും കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മുടെ ഈ കൂട്ടായ്മയിൽ എത്ര തിരക്കാണെങ്കിൽ പോലും അറ്റൻഡ് ചെയ്യാതിരുന്നിട്ടില്ല. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഓണത്തിന് ആശംസകൾ തീരുവാൻ തക്ക വിധം ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യനായ ജയമോനച്ചൻ, ഇവിടെ സന്നിഹിതനായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ ജോൺസൺ കൊട്ടുകാപ്പള്ളി, നമുക്കെല്ലാം ഏറെ പ്രിയങ്കരിയും ബഹുമാന്യമായിട്ടുള്ള വത്സമ്മ ടീച്ചർ, ഇവിടെ വേദി വിട്ടു പോയ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുകയും കൂടി ചെയ്ത അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി LB സ്മിത, വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീമതി ജിൻസി എലിസബത്ത്, ഇവിടെ സന്നിഹിതരായ മറ്റ് ബഹുമാന്യരെ, സ്നേഹമുള്ളവർ. അപ്പോൾ മഴ പെയ്തു മാനം തെളിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ മഴക്കാലം ഏതാണ്ട് മാറി വലിയ വെളിച്ചത്തിലേക്ക് സമൂഹം വന്നു. ഓണത്തിൻ്റെയും ഓണാഘോഷങ്ങളുടെയും നടുവിലേക്ക് നമ്മുടെ സമൂഹം മാറുകയാണ്. അതിന് തുടക്കം കുറിച്ചുകൊണ്ട് ഒരുപക്ഷെ വേറെങ്ങും ഇപ്പോൾ ഈ ഓണവുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമങ്ങളും വന്നില്ലെങ്കിലും നമ്മുടെ ജയമോനച്ചൻ്റെ നേതൃത്വത്തിൽ ആളുകളെ ഓണത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന തരത്തിലേക്കുള്ള ചടങ്ങുകൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഓണം എന്ന് പറയുന്നത് വളരെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും വഞ്ചിപ്പാട്ടിൻ്റെയും ഓണപ്പാട്ടിൻ്റെയും എല്ലാം ഒരു കാലമാണ് അല്ലേ? വത്സമ്മ ടീച്ചർ വഞ്ചിപ്പാട്ട് എന്നൊക്കെ കേട്ടപ്പോഴേക്കും ആ മുഖത്ത് സന്തോഷം പ്രകടം. അപ്പോൾ അതിൻ്റെ ഒരു എല്ലാ ദുഃഖങ്ങളും എല്ലാ ആകുലതകളും മാറി സന്തോഷത്തിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകാൻ ഇടയാകുന്ന വിധത്തിലാണ് ഓണാഘോഷ പരിപാടികളെല്ലാം വരുന്നത്. കർക്കിടകത്തിന് ശേഷം പൊന്നിൻ ചിങ്ങം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ ആ മഴ നമുക്ക് കുറേ ഏതാണ്ട് 5 മാസമായി തുടർച്ചയായി പെയ്യുന്ന മഴ, അതിൻ്റെ ഒരു ആകുലത പൊതുവേ ജനങ്ങൾക്കുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടും വലിയ പ്രളയത്തിൻ്റെ കെടുതി ഉണ്ടായില്ലെങ്കിലും തുടർച്ചയായി പെയ്യുന്ന മഴയുടെ ഒരു ബുദ്ധിമുട്ടുകൾ സമൂഹത്തിൽ ആകെ ഉണ്ടായി. എല്ലാവർക്കും പല തരത്തിലുള്ള വിഷമങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് മാറിയ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിവിടെ. ആ അന്തരീക്ഷം കണ്ടപ്പോഴേ അതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് അച്ഛൻ ഇവിടെ വളരെ സന്തോഷപ്രദമാകുന്ന വിധത്തിൽ, എന്നാൽ ഏറെ ക്ലേശകരമായ സാഹചര്യം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട ആളുകളെയെല്ലാം വിളിച്ച് ഓണത്തിലേക്ക് അവരെല്ലാം കൈപിടിച്ച് നടത്താൻ കഴിയുന്ന വിധത്തിലേക്കുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. ഇതിന് പ്രത്യേകമായി അച്ഛനോട് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും ആദ്യമേ തന്നെ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇനി ഓണം കഴിയുന്നത് വരെ, ഓണത്തിൻ്റെ അത്തം ആയില്ലല്ലോ, ആയോ? ഓണത്തിൻ്റെ തുടക്കമായില്ലല്ലോ. അപ്പോൾ ഓണം കഴിയുന്ന നാളുകൾ വരെ, അതിന് ശേഷം ഓണത്തെ തുടർന്നും എല്ലാവരും സന്തോഷകരമായ വേറെ ആഹ്ലാദകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇങ്ങനെ ഒരു ചടങ്ങ് എല്ലാ സാഹചര്യങ്ങളിലും ദുരിതമുണ്ടായാലും ദുഃഖമുണ്ടായാലും മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലും കാലാവസ്ഥ പ്രതികൂലമായാലും എല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് മനസ്സിലാക്കി അവരെ സഹായിക്കാൻ വേണ്ടി എല്ലാ അർത്ഥത്തിലും ഇടപെടുന്ന ആളാണ് ജയമോനച്ചൻ. അച്ഛനെ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് എല്ലാവിധ പിന്തുണയും അച്ഛന് അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഓണത്തിൻ്റെ ആഘോഷം ഇവിടെ അവസാനിക്കുന്നില്ല. തിരക്കുകൾക്കിടയിൽ നമ്മുടെ ഈ ഇനാഗ്രേഷൻ ഉദ്ഘാടന ദിവസത്തിൽ കടുത്തുരുത്തിയുടെ എല്ലാ ജനപ്രതിനിധികളും ഇതിലെത്തിച്ചേർന്നു എന്നുള്ളതാണ്. എത്ര തിരക്കാണെങ്കിൽ പോലും
10 മണിക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ ആളുകളെല്ലാം ഇതറിഞ്ഞെത്തിച്ചേർന്നു. നിങ്ങളെ കാണുവാൻ വിധം ജനപ്രതിനിധികളും ആരും വരില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ എല്ലാവരും അല്പം വൈകിയാണെങ്കിൽ പോലും എത്തിച്ചേർന്നു. ക്ഷമയോടുകൂടി നിങ്ങളെല്ലാം അത് സ്വീകരിക്കുവാനും ഇത് ഭംഗിയാക്കി തീർക്കാനും ഇത്രയും നേരം കാത്തിരുന്നതിനും നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇനി വെള്ളിയാഴ്ച നമ്മുടെ ഓണസദ്യ നിർവഹിക്കപ്പെടുകയാണ്. ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരും ഓണസദ്യയിലും പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും വരുന്നില്ല എങ്കിൽ മാത്രം നമ്മളോട് പറഞ്ഞിട്ട് വേണം പോകാനായിട്ട്, അല്ലെങ്കിൽ സദ്യ വേസ്റ്റായി പോകാൻ പാടില്ല. അതുകൊണ്ട് 11 മണിയാകുമ്പോൾ എല്ലാവരും എത്തിച്ചേരണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. വെള്ളിയാഴ്ച. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഓണ ആഘോഷത്തിൻ്റെ തുടക്കം കുറിക്കൽ ആരംഭിച്ചു. ഇനി നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാം. വെള്ളിയാഴ്ച നേരത്തെ തന്നെ എത്തിച്ചേരുക. ആരെങ്കിലും വരില്ല എങ്കിൽ മാത്രം എന്ന് പറഞ്ഞിട്ട് വേണം പോകാനായിട്ട്. ഇപ്പോൾ ഇവിടെ എല്ലാ ദിവസവും വിളക്ക് വയ്ക്കുന്ന നമ്മുടെ അമ്മച്ചിയുണ്ട്. അമ്മച്ചിക്ക് ഓണത്തിൻ്റേതായൊരു കിറ്റ് വിതരണം ചെയ്യും. അതോടൊപ്പം ജസ്നയുടെ അമ്മ ഉണ്ട്. ജസ്നയുടെ അമ്മയും മുന്നോട്ട് വരണം. അവർക്കും കിറ്റ് കൊടുക്കാനായിട്ട് ഉണ്ട് എന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ അത് കൊടുക്കപ്പെടുകയും ചെയ്യും.